അയ്യോ അപ്പോൾ കൊറിയയിലെ ബിസിനസ് ലൈസൻസ് എൻ്റെ 10 ലക്ഷം രൂപ എല്ലാം പോയോ എന്ന് പറഞ്ഞ് അമ്മേ എന്ന് പറഞ്ഞ് നെഞ്ചത്ത് കൈവച്ച് സുകന്യ മയങ്ങി വീഴാൻ പോകുന്നതിന്റെ ഒരു പ്രഡിക്ഷൻ ആണ് ഇത് കേട്ടോ. അപ്പൊ ഇവിടെ ദേവിയെ ഇറക്കി വിടുന്നു. ആ ബഹളങ്ങളൊക്കെ ദേവമംഗലത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതേ സമയം കൃഷ്ണമംഗലത്ത് നടക്കുന്ന കാര്യങ്ങളാണ് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ദേവമംഗലത്ത് വഴക്കും ബഹളവും ഒക്കെ കേട്ടിട്ട് ഇന്ദിരാമ്മ ഇങ്ങനെ വിചാരിക്കുകയാണ് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. കുറച്ച് സമയമായിട്ട് ഗോമതിയുടെ വീട്ടിൽ നിന്ന് വലിയ ഒച്ചപ്പാടും ബഹളമൊക്കെ ആണല്ലോ എന്ന് പറഞ്ഞ് ദേവമംഗലത്തേക്ക് ഇങ്ങനെ എത്തി നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ രാജശ്രീയും നന്ദിതയ്ക്ക് വരുന്നുണ്ട്. എന്നിട്ട് അമ്മ എന്താ ഇവിടെ നിൽക്കുന്നത് ചോദിക്കുമ്പോൾ കുറേ സമയമായി മോളെ, ഗോമതിയുടെ വീട്ടിൽ നിന്ന് വലിയ ബഹളമൊക്കെ കേൾക്കുന്നു, അവിടെ എന്തോ വഴക്കും പ്രശ്നമാണെന്ന് തോന്നുന്നു എന്നൊക്കെ പറയുമ്പോൾ രാജശ്രീ പറയാണ്, ഓ ആ വീട്ടിൽ എന്നാ പ്രശ്നങ്ങളില്ലാത്തത്, അതൊരു നശിച്ച വീടല്ലേ, അങ്ങനെ തന്നെ വേണം, എൻ്റെ മോനോട് അവർ ചെയ്തതൊന്നും ഞാൻ മറന്നിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ നന്ദിതയ്ക്കും അമ്മയ്ക്കും അങ്ങനെ തോന്നുന്നില്ല കേട്ടോ. ഇവരുടെ സ്വന്തം മക്കൾ അവിടെ ഉള്ളതാണല്ലോ. അപ്പോൾ ഇവരിങ്ങനെ എന്തായിരിക്കും എന്ന് പറഞ്ഞിങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ ഉദയഭാനും ശ്രീകലയൊക്കെ വരുന്നു. പിന്നെ ബഹളവും വഴക്കൊക്കെ കൂടുന്നു. അങ്ങനെ ആ ശബ്ദങ്ങളൊക്കെ കേട്ട് അനന്തനും അച്യുതനും ധർമ്മനൊക്കെ വന്ന് നോക്കുന്നു. എന്താ അവിടെ പ്രശ്നം, ആരെങ്കിലും ഒരാളെ പുറത്ത് കണ്ടിരുന്നെങ്കിൽ ചോദിക്കായിരുന്നു എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെ ആ സമയത്താണ് ദേവി പെട്ടിയൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. ഗോമതി പിടിച്ച് തള്ളുമായിരുന്നു ദേവിയെ. അങ്ങനെ ഉദയഭാനും ശ്രീകലയും അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. എന്നെ പറഞ്ഞയക്കല്ലേ അമ്മേ എന്നൊക്കെ പറഞ്ഞ് ദേവി കരയുന്നു. ഗോമതി ദേവിയെ പുറത്താക്കി ഡോർ അടിക്കുന്നു. ഇതെല്ലാം ഇവരെ കണ്ടിട്ട് വീട്ടുമുറ്റത്തേക്ക് ഇറങ്ങി നിന്നിട്ട് എന്താ പ്രശ്നം എന്ന് പറഞ്ഞ് ടെൻഷനായിട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പൊ ഇവരപ്പുറത്തുനിന്ന് നോക്കുന്നത് കണ്ടപ്പോൾ നമ്മുടെ ശ്രീകലയും ഉദയഭാനും ഇങ്ങനെ വിളിച്ചു കൂവുകയാണ് കേട്ടോ അവരോടൊക്കെ. ഇവര് മാത്രമല്ല, അടുത്ത വീട്ടിലെ ആൾക്കാരും നാട്ടുകാരും എല്ലാവരും അവിടെ കൂടി നിൽക്കുകയാണ്. അപ്പൊ എല്ലാവരോടും കൂടിയായിട്ട് ശ്രീകല ഇങ്ങനെ ബഹളം വെച്ച് പറയാണ്, നല്ല കുടുംബമാണ്, നല്ല പയ്യനാണെന്നൊക്കെ പറഞ്ഞ ഞങ്ങളുടെ മോളെ ഞങ്ങൾ ഇങ്ങോട്ട് കല്യാണം കഴിപ്പിച്ച് അയച്ചത്, എന്നിട്ടിപ്പോൾ ഒട്ടും മനസാക്ഷി ഇല്ലാതെ ഞങ്ങളുടെ മോളെ അവിടുന്ന് പുറത്താക്കി, ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ മോളെ വേദനിപ്പിച്ച് ആട്ടി ഇറക്കി എന്നൊക്കെ പറഞ്ഞിങ്ങനെ ശ്രീകല പറയുമ്പോൾ ഇവരെന്തൊക്കെയാ പറയുന്നതെന്ന് പറഞ്ഞ് ഇന്ദിരാമ്മയൊക്കെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് വീടിനകത്ത് നിന്ന് ഗോമതി ഇറങ്ങി വരുന്നു. എന്നിട്ട് വീട്ടുമുറ്റത്ത് നിന്ന് ബഹളം വെച്ചാലുണ്ടല്ലോ ഇറങ്ങിപ്പൊയ്ക്കോ എല്ലാം എന്നൊക്കെ പറയുന്നത് കൊണ്ട് ശ്രീകല ഓഹ് എന്ന് പറഞ്ഞ് പേടിച്ചിട്ട് വേഗം വാടി വാടി എന്നൊക്കെ പറഞ്ഞ് ദേവിയെ വിളിച്ച് ഒരു ഓട്ടോയിൽ കയറി 3 പേരും കൂടെ അങ്ങോട്ട് പോകുന്നു. അങ്ങനെ അവർ പോയതിനു ശേഷം ഇന്ദിരാമ്മ, മോളെ ഗോമതി എന്താ ഉണ്ടായത്, ദേവി മോൾ എന്തിനാ കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോകുന്നത്, ആനന്ദും ദേവിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മേ ഞങ്ങൾ പറ്റിക്കപ്പെട്ടു അമ്മേ എന്നൊക്കെ ഗോമതി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോവാണ്. അങ്ങനെ ആ സമയത്ത് ബാലൻ ഇറങ്ങി വന്ന് ഗോമതി നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് പിന്നെ കാണാമേ എന്ന് പറഞ്ഞ് ഗോമതി അകത്തേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഇവര് അകത്ത് പോയി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ എന്തായിരിക്കും പ്രശ്നം, ആനന്ദും ദേവിയും തമ്മിൽ എന്തോ പ്രശ്നമാണെന്ന് മാത്രം മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്താ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. ദേവി മോളാണെങ്കിൽ അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോകുന്നതും കണ്ടു. ഇനിയിപ്പോൾ വഴക്കിട്ട് ഇറങ്ങി പോയതാണോ എന്നൊക്കെ പറഞ്ഞ് ഇവർ എല്ലാവരും കൂടെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യണം. അച്യുതനാണെങ്കിൽ ഇതൊക്കെ അറിയാണ്ട് ഒരു സമാധാനമില്ല. കാരണം എന്താ കാര്യമെന്ന് അറിഞ്ഞാലല്ലേ അതും പറഞ്ഞ് അവരെ കളിയാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അച്യുതൻ പതുക്കെ അമ്മയോട് പറയാണ്, അമ്മ ഒരു കാര്യം ചെയ്യേ, അപ്പുറത്ത് പോയി ആ ഗോമതിയോട് കാര്യം എന്താണെന്ന് ചോദിച്ചിട്ട് വാ എന്ന് പറയുമ്പോൾ ഞാൻ പോയി ചോദിക്കാം മോനെ എന്ന് പറഞ്ഞ് ഇന്ദിരാമ്മ പോയി നോക്കുന്നുണ്ട്. പക്ഷെ ഗോമതി ഒന്നും പുറത്ത് കാണുന്നില്ല കേട്ടോ. അങ്ങനെ കുറേ സമയം വെയിറ്റ് ചെയ്ത ശേഷം പതുക്കെ ഗോമതി പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ ആകെ കരഞ്ഞ് വിഷമിച്ചിരിക്കുന്ന ഗോമതിയോട് അമ്മ ഇങ്ങനെ വിളിക്കുകയാണ്, മോളെ ഗോമതി ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് വിളിച്ച് കാര്യം ചോദിക്കുകയാണ്. എന്താ മോളെ അവിടെ ഉണ്ടായത്, എന്താ പ്രശ്നം, ദേവി മോൾ എന്തിനാ കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോയത്, അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മേ ഒന്നും പറയണ്ട അമ്മേ, എൻ്റെ മോൻ്റെ ജീവിതം നശിച്ചു, ഞങ്ങളെല്ലാവരും പറ്റിക്കപ്പെട്ടു അമ്മേ, അവളുണ്ടല്ലോ ആ ദേവി, അവൾ ഞങ്ങളെ എല്ലാവരെയും ഇത്ര കാലം ചതിക്കുകയായിരുന്നു, ഒറ്റ ദിവസം കൊണ്ട് ഇവിടെ എന്തൊക്കെയോ സംഭവിച്ചു അമ്മേ, ഇന്നലെ കടയിൽ നിന്ന് കുറച്ച് പണം മിസ്സായി എന്ന് മുതൽ ഗോമതി നടന്ന കാര്യങ്ങളെല്ലാം വരിവരിയായിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം എല്ലാം കേട്ടതിന് ശേഷം ഈ ഇന്ദിരാമ്മ ഇങ്ങനെ, ഈശ്വരാ ഇങ്ങനെ ഉണ്ടാവുമോ മനുഷ്യന്മാർ, ഇത്രയൊക്കെ കള്ളങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ പറ്റിക്കാൻ ഇവർക്കൊക്കെ എങ്ങനെ തോന്നുന്നു, ഓ അവരെയൊക്കെ കണ്ട എന്തൊരു മാന്യന്മാരാണ്, ആ ദേവി അവൾ എന്തൊരു പാവമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഗോമതി പറയുന്നുണ്ട്, പാവം എല്ലാം അഭിനയമായിരുന്നു അമ്മേ, എൻ്റെ മോനെ ചതിച്ചവള അവള്, ഞങ്ങളെ എല്ലാവരെയും പറ്റിച്ചതാ, ഇനി എൻ്റെ മോൻ്റെ ജീവിതത്തിലോ ദേവമംഗലത്തോ അവൾക്കൊരു സ്ഥാനമില്ല. അമ്മയ്ക്കറിയോ എൻ്റെ സ്വന്തം ചേട്ടൻ്റെ മോളാണ് മിത്ര, അതേപോലെ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ മരുമോളാണ് മീനു, പക്ഷെ അവർ 2 പേരെക്കാൾ കൂടുതൽ ഞാൻ ആ ശ്രീദേവിയെ സ്നേഹിച്ചിരുന്നു. ജീവിതത്തിൽ ഇന്ന് വരെ സത്യസന്ധത വിട്ട് ഒരു കാര്യം പോലും എൻ്റെ ബാലേട്ടൻ ചെയ്തിട്ടില്ല, അന്യരുടെ ഒരു രൂപ പോലും ഞങ്ങളോ ഞങ്ങളുടെ മക്കളോ തട്ടിയെടുത്തിട്ടോ ആഗ്രഹിച്ചിട്ടോ ഇല്ല, അങ്ങനെയുള്ള ഞങ്ങളെയാണമ്മേ അവൾ പറ്റിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഗോമതി കരയുമ്പോൾ ഈ അമ്മയും കൂടെ കരയാണ് കേട്ടോ. എന്നിട്ട് പോട്ടെ മോളെ എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അകത്തുനിന്ന് മീനും ഇത്രയും വരുന്നുണ്ട്. എന്നിട്ട് അമ്മയെ ഇങ്ങോട്ടൊന്ന് വന്നേ എന്ന് വിളിക്കുന്നുണ്ട്. ശരി അമ്മേ പിന്നെ കാണാമെന്ന് പറഞ്ഞ് ഗോമതി അകത്തേക്ക് പോകുന്നു. അങ്ങനെ അമ്മ എന്തിനാ ഇതൊക്കെ മുത്തശ്ശിയോട് പോയി പറഞ്ഞത്, മുത്തശ്ശിയോട് പറയണ്ടെന്നല്ല, പക്ഷെ മുത്തശ്ശി പോയി കൃഷ്ണമംഗലത്തുകാരോട് പറഞ്ഞ അവരിതൊക്കെ ആഘോഷിക്കില്ലേ അമ്മേ എന്നൊക്കെ പറയുമ്പോൾ ഗോമതി പറയാണ്, മനസ്സിലുള്ള വിഷമമൊക്കെ ആരോടെങ്കിലും പറയണ്ടേ മക്കളെ, അതാ അമ്മയെ കണ്ടപ്പോൾ ഞാൻ അറിയാതെ പറഞ്ഞു പോയത് എന്നൊക്കെ
പറയുന്നുണ്ട്. അങ്ങനെ സാരമില്ല എന്നൊക്കെ പറയാണ്. ഇതേ സമയം അവിടെ ഇന്ദിരാമ്മ അകത്ത് പോയതിനു ശേഷം അവിടെ ഇരുന്ന് ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ കരയാണ് കേട്ടോ. ആനന്ദ് മോൻ എന്നാലും ഈ അവസ്ഥ വന്നല്ലോ എന്നൊക്കെ പറയുമ്പോൾ അനന്തനും അച്യുതനും നന്ദിതയും രാജശ്രീയും ധർമ്മനും എല്ലാവരും ഓടി വരികയാണ് കേട്ടോ. എന്നിട്ട് എന്താ അമ്മേ, എന്താ അവിടെ ഉണ്ടായത്, ഗോമതി ചേച്ചി എന്താ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മ പറയാണ്, എൻ്റെ മക്കളെ, ആനന്ദ് മോന്റെ ഭാര്യ ആ ദേവി ഉണ്ടല്ലോ, അവൾ അവരെയൊക്കെ ചതിക്കുകയായിരുന്നു. ബാലനെയും ഗോമതിയെയും ആനന്ദിനെയും ആ വീട്ടിലുള്ള എല്ലാരെയും അവൾ അസലായിട്ട് പറ്റിച്ചു. എന്നിട്ട് ഇപ്പോഴാണ് അവളുടെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിച്ച് ആനന്ദ് മോനും ഗോമതിയും ബാലനും ചേർന്ന് അവളെ ആട്ടി ഇറക്കി വിട്ടത് എന്നൊക്കെ പറയുമ്പോൾ അമ്മ എന്തൊക്കെയാ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അമ്മ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറയാണ്. അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, അത് ചെയ്തു ഇത് ചെയ്തു എന്നുള്ള ദേവിയെക്കുറിച്ചുള്ള സകല കാര്യങ്ങളും പറയുമ്പോൾ ഇവർക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ ധർമ്മൻ ചോദിക്കുകയാണ്, ഉദയഭാനു സാറ് ദേവി മോള് അവരെ കുറിച്ചൊക്കെ തന്നെയാണോ അമ്മയെ പറയുന്നത്, എനിക്കിതൊന്നും വിശ്വസിക്കാനാവുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അമ്മ പറയാണ്, എടാ ആനന്ദ് മോന് ഇതൊക്കെ നേരത്തെ അറിയായിരുന്നു അത്രേ. അച്ഛനെയും അമ്മയും വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ച് ആ പാവം ഉള്ളിലൊതുക്കി നടക്കുകയായിരുന്നു എല്ലാം. ഇപ്പോഴാ ബാലനോടും ഗോമതിയോടും മറ്റുള്ളവരോടൊക്കെ അവനെല്ലാം തുറന്ന് പറഞ്ഞത്. അവർക്കും ആദ്യമൊന്നും ഇത് വിശ്വസിക്കാനായില്ല അത്രേ. ഇപ്പം എന്തായാലും ആ കള്ളിയെ അടിച്ചിറക്കി വിട്ടു എന്നൊക്കെ പറയുമ്പോൾ ധർമ്മൻ അപ്പോഴും ഇതൊന്നും വിശ്വസിക്കാനാവുന്നില്ല കേട്ടോ. പക്ഷെ അച്യുതൻ അവിടെ നിന്ന് ഇങ്ങനെ കൈകൊട്ടി ചിരിക്കുകയാണ്. അടിപൊളി, ബാലൻ അങ്ങനെ തന്നെ വേണം. എന്തായിരുന്നു അവൻ്റെ ഒരു അഹങ്കാരം, ഈ ലോകത്തെ ഏറ്റവും ബുദ്ധിമാൻ അവനാണെന്നല്ലേ അവൻ വിചാരിച്ചുകൊണ്ട് നടന്നത്. ഇപ്പൊ കണ്ടില്ലേ, ഒരു പീറ കുടുംബം അസലായിട്ട് അവനെ പറ്റിച്ചു. അവൻ്റെ ബാക്കിയുള്ള 2 മക്കളുണ്ടല്ലോ, ആ ആകാശും ആര്യനും, അവര് നല്ല കുടുംബത്തിൽ നിന്ന് ഓരോ പെൺകുട്ടികളെ അടിച്ചുകൊണ്ട് വന്നതുകൊണ്ട് അവരുടെ ജീവിതം രക്ഷപ്പെട്ടു. പക്ഷെ ആ ആനന്ദിന് ബാലൻ കണ്ടുപിടിച്ചു കൊടുത്തതുകൊണ്ട് ആനന്ദ് പെട്ടു. ഇനിയെങ്കിലും ആ മക്കൾ മനസ്സിലാക്കട്ടെ അച്ഛൻ്റെ യോഗ്യത എന്താണെന്ന് എന്നൊക്കെ പറയുമ്പോൾ അനന്തം പറയണം, അച്യുത ഇങ്ങനെയൊന്നും പറയരുത്. മറ്റുള്ളവരുടെ ദുഃഖത്തിൽ അവരുടെ കൂടെ നിന്നില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഇങ്ങനെയുള്ള വാക്കുകൾ ഒഴിവാക്കാം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയൂ ഏട്ടൻ എല്ലാം മറന്നോ. ആ ആനന്ദിന്റെ കല്യാണം നിശ്ചയിച്ച സമയത്ത് എന്തായിരുന്നു ബാലന്റെ അഹങ്കാരം, ലോകത്തെവിടെ ഇല്ലാത്ത ഒരു കോടീശ്വരിയെ അവന് മരുമകളായിട്ട് കിട്ടിയെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയായിരുന്നു അവൻ കാണിച്ചു കൂട്ടിയത്. ഞാനതൊന്നും മറന്നിട്ടില്ല, ഞാൻ പറയും ആ ബാലൻ അങ്ങനെ തന്നെ വേണം എന്നൊക്കെ പറയുമ്പോൾ ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നും പറഞ്ഞ് ആനന്ദൻ എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അങ്ങനെ അച്യുതനും രാജശ്രീക്ക് എന്തായാലും സന്തോഷമായി. ധർമ്മനാണെങ്കിൽ ഇതൊന്നും വിശ്വസിക്കാനാവുന്നുമില്ല. ആനന്ദിനെ കുറിച്ച് ആലോചിച്ച് പാവം തോന്നുന്നു. അവൻ്റെ അടുത്ത് പോയി ഒരു വാക്ക് ആശ്വാസവാക്ക് പറയാൻ പോലും പറ്റണില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ സുകന്യ ഇല്ല കേട്ടോ. സുകന്യ അങ്ങോട്ട് പുറത്ത് പോയിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ധർമ്മൻ റൂമിലിരുന്ന് ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേച്ചിയുടെ അളിയൻ്റെയും 3 ആൺമക്കളിൽ ഏറ്റവും പാവം ആരാണെന്ന് ചോദിച്ചാൽ ആനന്ദാണ്. അങ്ങനെയുള്ളവന് തന്നെ ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ എന്നൊക്കെ വിചാരിച്ച് ധർമ്മൻ ഇങ്ങനെ ആകെ വിഷമത്തിലിരിക്കുമ്പോൾ സുകന്യ ഓടി വരികയാണ് കേട്ടോ. അങ്ങനെ റൂമിനകത്തേക്ക് ധർമ്മേട്ടാ വിളിച്ചുകൊണ്ട് വരുന്നു. എന്നിട്ട് ദേവമംഗലത്ത് എന്താ പ്രശ്നം ഉണ്ടായത്, ദേവി കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോയി എന്നൊക്കെയാണല്ലോ നമ്മുടെ അടുത്ത വീട്ടിലുള്ളവരും നാട്ടുകാരും എല്ലാവരും ഇതേക്കുറിച്ച് പറയുകയാണല്ലോ. എന്താ ഉണ്ടായത്, ആനന്ദും ദേവിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമാണോ, ധർമ്മേട്ടൻ വല്ലതും അന്വേഷിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ധർമ്മൻ പറയാണ്, സുകന്യെ ചേച്ചിയുടെ കുടുംബത്തിന് വലിയൊരു ചതി പറ്റി എന്നൊക്കെ പറഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സുകന്യ ഇങ്ങനെ ഞെട്ടുകയാണ് കേട്ടോ. അങ്ങനെ സുകന്യ പെട്ടെന്ന് ആലോചിക്കുന്നത് സുകന്യയുടെ 10 ലക്ഷം രൂപയെക്കുറിച്ചും കൊറിയൻ ലൈസൻസിനെ കുറിച്ചൊക്കെയാണ്. അങ്ങനെ സുകന്യ ഇങ്ങനെ ഞെട്ടി ഷോക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ധർമ്മൻ ചോദിക്കുകയാണ്, കണ്ടില്ലേ നിനക്ക് പോലും വിശ്വസിക്കാനാവുന്നില്ല, ഈ അവസ്ഥയായിരുന്നു എനിക്കും. അപ്പോൾ അളിയനും ചേച്ചിയും ഒക്കെ എന്തുമാത്രം ഷോക്കായി കാണും. ആ ആനന്ദ് എങ്ങനെയാ ഇത്ര കാലമായിട്ട് ഇതൊക്കെ മനസ്സിൽ ഒളിപ്പിച്ച് നടന്നതെന്ന് എനിക്കറിയാത്തത്. അവനെയൊക്കെ സമ്മതിക്കണം, അവനെ കണ്ട് ഒരു ആശ്വാസവാക്ക് പോലും പറയാൻ പറ്റില്ലല്ലോ എന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുകയായിരുന്നു ഞാൻ എന്നൊക്കെ പറയുമ്പോൾ സുകന്യ, അയ്യോ ധർമ്മേട്ടാ പോയി എല്ലാം പോയി എന്ന് പറയാണ്. എന്നിട്ട് എന്ത് പോയി എന്ന്, ആനന്ദിന്റെ ജീവിതത്തിനെ കുറിച്ചാണോ നീ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ സുകന്യ, അയ്യോ ധർമ്മേട്ടാ അതല്ല, ബാലേട്ടനും ഗോമതി ചേച്ചിയും ആനന്ദും മാത്രമല്ല പറ്റിക്കപ്പെട്ടത്, ഈ ഞാനും പറ്റിക്കപ്പെട്ടതാ എന്ന് പറയുമ്പോൾ നീ പറ്റിക്കപ്പെട്ടെന്നോ, എങ്ങനെ എന്ന് ചോദിക്കുകയാണ് ധർമ്മൻ. അങ്ങനെ ധർമ്മേട്ട സത്യമാണോ, ആ ഉദയഭാനു എന്ന് പറഞ്ഞ ആള്, അയാൾക്ക് കൊറിയയിൽ ബിസിനസ് ഉണ്ട്, ജപ്പാനിൽ ബിസിനസ് ഉണ്ട്, അമേരിക്കയിലുണ്ട് എന്നൊക്കെ പറഞ്ഞതൊന്നും സത്യമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ സുകന്യെ ഇപ്പോഴും നിനക്ക് കാര്യമൊന്നും മനസ്സിലായില്ലേ, അതെല്ലാം കള്ളമായിരുന്നു. അയാൾക്ക് ബിസിനസ് ഒന്നുമില്ല, റോഡിൽ തെണ്ടി തിരിഞ്ഞ് നടക്കുന്ന ഒരു ഫ്രോഡാണ് അയാൾ ഒരു ദരിദ്രവാസിയാ, അതല്ലേ ഞാൻ നിന്നോട് ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ സുകന്യ ഇങ്ങനെ, അയ്യോ അപ്പൊ പോയി, എൻ്റെ എല്ലാം പോയി ധർമ്മേട്ടാ, എൻ്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നു എന്നൊക്കെ പറയുമ്പോൾ, അല്ല ഉദയഭാനു നിന്നെ പറ്റിച്ചു, നീ പറ്റിക്കപ്പെട്ടു എന്നൊക്കെ നീ എന്തിനാ പറഞ്ഞത്, അതെന്താ കാര്യം, അയാൾ എങ്ങനെ നിന്നെ പറ്റിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ സുകന്യ ഈ കാര്യങ്ങളൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ ധർമ്മേട്ട എല്ലാം എൻ്റെ തെറ്റാണ്, എൻ്റെ അത്യാഗ്രഹം കൊണ്ട് സംഭവിച്ചു പോയതാണ്. ധർമ്മേട്ടൻ എത്ര കാലം എന്ന് വെച്ചിട്ടാ ഗോമതി സ്റ്റോറിൽ ശമ്പളം ഇല്ലാതെ ജോലി ചെയ്യുന്നത്, നമുക്കും ജീവിതത്തിൽ മുന്നേറണ്ടേ എന്ന് വിചാരിച്ച് ധർമ്മേട്ടൻ ഒരു ബിസിനസ് തുടങ്ങിയാൽ നന്നായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. അതിനായിട്ട് ആ ഉദയഭാനു സാറ് വലിയ ബിസിനസ്സുകാരനാണല്ലോ, അയാളോട് പോയി സഹായം ചോദിച്ചാൽ മതി എന്ന് വിചാരിച്ച് അയാളോട് ഞാൻ പോയി സഹായം ചോദിച്ചു. അപ്പം ആ ഫ്രോഡ് എന്നോട് ധർമ്മേട്ടന് ബിസിനസ് തുടങ്ങി തരാമെന്ന് പറഞ്ഞു, അതും കൊറിയയിൽ. അത് കേട്ടപ്പോൾ ഞാൻ ഒരുപാട്
ആഗ്രഹിച്ചു പോയി, നമ്മുടെ ജീവിതം മാറി മറിയാണെന്ന് ഞാൻ സ്വപ്നം കണ്ടുപോയി. എന്നിട്ട് അയാൾ പറഞ്ഞു കൊറിയയിലെ ബിസിനസ് ലൈസൻസ് എടുക്കാൻ 10 ലക്ഷം രൂപ ആവശ്യമുണ്ട്, അത് ഞാൻ എത്രയും പെട്ടെന്ന് കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ ആ 10 ലക്ഷം രൂപ എടുത്ത് കൊടുക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ ആ ഫ്രോഡിൻ്റെ കയ്യിൽ നിന്ന് അതൊക്കെ എങ്ങനെ തിരിച്ചു വാങ്ങും ധർമ്മേട്ട, എല്ലാം പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് സുകന്യ ഇങ്ങനെ കരയുമ്പോൾ, സുകന്യേ നീ എന്തൊക്കെയാ പറയുന്നത്? നീ 10 ലക്ഷം രൂപ ആ ഫ്രോഡിനെ വിശ്വസിച്ച് അയാളുടെ കയ്യിൽ കൊടുത്തുന്നോ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് വിശ്വസിച്ച് ഇത്രയും വലിയ തുകയൊക്കെ ആരെങ്കിലും എടുത്ത് കൊടുക്കുമോ സുകന്യയെ? നിനക്ക് പഠിപ്പും വിവരം ഉള്ളതല്ലേ, ഇത്ര പോലും ബുദ്ധി നിനക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് ധർമ്മൻ കുറേ വഴക്ക് പറയുന്നുണ്ട്. എല്ലാം എൻ്റെ തെറ്റാണെന്നൊക്കെ പറഞ്ഞ് സുകന്യ അവിടെ ഇരുന്ന് കരയുമ്പോൾ ധർമ്മൻ ചോദിക്കുകയാണ്, അതിരിക്കട്ടെ, ഈ 10 ലക്ഷം രൂപ നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? നിന്റെ സ്വർണം വല്ലതും വിറ്റതാണോ എന്ന് ചോദിക്കുമ്പോൾ സുകന്യ ഇങ്ങനെ ഒന്ന് ഭയക്കുകയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഈ അച്ചുവേട്ടൻ തന്നതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള കഥകൾ കൂടെ ധർമ്മനോട് പറയേണ്ടി വരുമല്ലോ. അതായത് ഗോമതിയോട് വിൽപ്പത്രം എഴുതി വാങ്ങിക്കാമെന്ന് അച്യുതന് ഉറപ്പ് കൊടുത്ത കാര്യം, അതും പറഞ്ഞ് അച്യുതൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ച കാര്യം, മാത്രമല്ല സ്വത്തിലെ പാതി സുകന്യയുടെ പേരിലേക്ക് ചോദിച്ച കാര്യം എല്ലാം പറയേണ്ടി വരും. അപ്പോൾ അത് വിചാരിച്ച് സുകന്യ ഒന്ന് പേടിക്കുകയാണ്. അങ്ങനെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് സുകന്യ അച്ചുവേട്ടൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയതാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ധർമ്മൻ, അച്ചുവേട്ടൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയെന്നോ? നിന്നെ വിശ്വസിച്ച് അച്ചുവേട്ടൻ 10 ലക്ഷം രൂപ നിനക്ക് തന്നോ? ഞാനിത് വിശ്വസിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ, അതേ ധർമ്മേട്ടന് ബിസിനസ് തുടങ്ങാനാണെന്ന് പറഞ്ഞാൽ അച്ചുവേട്ടൻ്റെ കയ്യിൽ നിന്ന് ഞാൻ പണം ചോദിച്ചത്. ധർമ്മേട്ടനെ ആലോചിച്ച് നമ്മളോടുള്ള സ്നേഹം കൊണ്ട് അച്ചുവേട്ടൻ എനിക്ക് ആ പണം തരുമായിരുന്നു, അതാ ഞാൻ ആ ഉദയഭാനുവിനെ കൊണ്ടുപോയി കൊടുത്തത് എന്നൊക്കെ പറയുമ്പോൾ ധർമ്മൻ ഇങ്ങനെ, എൻ്റെ സുകന്യയെ അനന്തേട്ടനായിരുന്നെങ്കിൽ പോലും പിന്നെയും കുഴപ്പമില്ലായിരുന്നു, എൻ്റെ ഏട്ടനായതുകൊണ്ട് പറയല്ല, അച്ചുവേട്ടനെ ഇപ്പോഴും നിനക്ക് വൃത്തിയായിട്ട് അറിയില്ല. അയാളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നില്ലെങ്കിൽ നാളെ അതിന്റെ പ്രത്യാഘാതം നമ്മൾ അനുഭവിക്കേണ്ടി വരും. നീ എന്ത് ചെയ്യുമെന്നൊന്നും എനിക്കറിയണ്ട, എത്രയും പെട്ടെന്ന് അച്ചുവേട്ടന്റെ കയ്യിൽ ആ പണം നീ തിരിച്ചു കൊടുത്തേ പറ്റൂ, അത് നിന്റെ മാത്രം ഉത്തരവാദിത്വമാണ്. എന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെയാ നീ ഇത്രയൊക്കെ ചെയ്തത്, അത് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. പക്ഷേ ഈ പണം നീ എങ്ങനെയും അച്ചുവേട്ടന്റെ കയ്യിൽ ഏൽപ്പിക്കണം, അത്രേ എനിക്ക് പറയാനുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ധർമ്മൻ അവിടെ നിന്ന് പോകുമ്പോൾ സുകന്യ, അയ്യോ എല്ലാം നശിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് കരയാണ്. അപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ എങ്ങനെയിരിക്കും, നന്നായിരിക്കുമോ എന്നൊക്കെ നിങ്ങൾ പറയൂട്ടോ. താങ്ക് യു, ബൈ.